മാർപ്പാപ്പമാരെ ലോകത്തിലെ കത്തോലിക്കരെല്ലാവരും തന്നെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ മാത്രം ഈ കത്തോലിക്കരിൽ ഒരു വിഭാഗം പേര് അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നവരായിരുന്നു അവർ. മറ്റ് മാർപ്പാപ്പമാരിൽ നിന്നും വ്യത്യസ്തനായി യഥാർത്ഥ ഒരു സന്യാസ ജീവിതം നയിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. മരണശേഷം അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നത് ഏറ്റവും ലളിതമായ രീതിയിലായിരിക്കണമെന്ന് അദ്ദേഹം വില്ല് വരെ എഴുതി വെച്ചിട്ടുണ്ട് 3 വർഷം മുന്നേ തന്നെ. അന്ധമായ മതവിശ്വാസം പിന്തുടരുന്നവർ ക്രിസ്ത്യൻ ജനവിഭാഗത്തിലുമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പാപ്പയെ അത്ര കാര്യമായിരുന്നില്ല. അദ്ദേഹം ഒരിക്കൽ ഫിലിപ്പീൻസിൽ ഒരു യാത്ര പോയി. 2017 18 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാനും ആശീർവാദം ഏറ്റുവാങ്ങാനുമൊക്കെ ഒരുപാട് ആൾക്കാർ കാത്തു നിന്നിരുന്നു. ഒരു സ്ത്രീ അവരുടെ 7 മക്കളെയും കൂട്ടിയിട്ടാണ് അദ്ദേഹത്തിൽ നിന്ന് ആശീർവാദം ഏറ്റുവാങ്ങാൻ വന്നത്. തനിക്ക് 7 മക്കളുണ്ടെന്ന് ആ സ്ത്രീ മാർപ്പാപ്പയോട് വളരെ അഭിമാനത്തോടുകൂടെ പറഞ്ഞു അവരെയും കൂടെ അനുഗ്രഹിക്കണമെന്ന്. അദ്ദേഹം അനുഗ്രഹിച്ചു. പക്ഷേ അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ ലോകത്തെ കത്തോലിക്കരോട് വിളിച്ചു പറഞ്ഞു, മുയലുകൾ പോലെ പ്രജനനം നടത്തുന്നവരാവരുത് കത്തോലിക്കരെന്ന്. അന്ധമായ മതവിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗം കത്തോലിക്കർക്ക് ഇത് ദഹിക്കുന്ന കാര്യമായിരുന്നില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇത്തരം പുരോഗമനപരമായ ചിന്താഗതികളായിരിക്കാം ക്രിസ്ത്യാനികളല്ലാത്ത, ക്രിസ്തുമതത്തെ ഫോളോ ചെയ്യാത്ത ഒരു വിഭാഗം ആൾക്കാർ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിരുന്നത്.